സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രവുമായുള്ള ചർച്ച ഫലപ്രദമായില്ല എന്ന് കെ.എൻ. ബാലഗോപാൽ. കണക്കുകളിൽ കേന്ദ്ര സർക്കാർ വ്യക്തത തേടിയെന്ന് ധനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. സെക്രട്ടറി തല ചർച്ച തുടർന്നേക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രവുമായി ചർച്ചയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചർച്ച ലക്ഷ്യം കണ്ടില്ലെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസുള്ളപ്പോൾ എങ്ങനെ ചർച്ച നടക്കുമെന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്. കേസ് നൽകിയതിൽ കേന്ദ്ര സർക്കാരിന് അതൃപ്തിയെന്നും കണക്കുകൾ കേന്ദ്ര സർക്കാർ സെക്രട്ടറി തലത്തിൽ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടിയന്തരമായി വേണ്ട കാര്യങ്ങളുടെ പ്രത്യേക നിവേദനം നൽകിയെന്നും ധനമന്ത്രി വിശദീകരിച്ചു. നമ്മൾ വിചാരിച്ചതിന് അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. കോടതിയിൽ പോയതിന് കേന്ദ്രത്തിന് ഈഗോ ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് കേരളം നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ ചർച്ചയുടെ വിവരങ്ങൾ അറിയിക്കും. ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാം, ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, കേരള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നിവരും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആൻഡ് സെക്രട്ടറി എക്സ്പെൻഡിച്ചർ ഡോക്ടർ ടി.വി. സോമനാഥൻ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ. വെങ്കിട്ടരാമൻ, അഡീഷണൽ സെക്രട്ടറി സജ്ജൻ സിംഗ് യാദവ്, ജോയിന്റ് സെക്രട്ടറി അമിത സിംഗ് നേഗി തുടങ്ങിയവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.